ഇത് ഒരു മതോത്സവമല്ല. ഒരു സർക്കാർ കലണ്ടറിലും ഇതിന് ദിവസമില്ല. എന്നിട്ടും കേരളത്തിലെ ചില ഗ്രാമങ്ങളിൽ ഒരു കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടിയ ഒരു ഉത്സവമായിരുന്നു ഇത്. പിന്നീട് ഈ ഉത്സവം നിയമപരമായി നിരോധിക്കപ്പെട്ടു. കേരളത്തിലെ പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ നെൽവയൽ പ്രദേശങ്ങളിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന ഒരു ഗ്രാമീണ കൃഷിയാഘോഷമായിരുന്നു മരമടി. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ നെൽവയലുകളിൽ 2 കാളകളെ ഉപയോഗിച്ച് ചെളിയിലൂടെ ഓട്ടമത്സരം നടത്തുന്നതാണ് മരമടി. ഇത് വിനോദത്തിനായി മാത്രമല്ല, കാളകളുടെ കരുത്ത് പരിശോധിക്കാനും കൃഷിക്ക് മുൻപുള്ള പരിശീലനത്തിന്റെ ഭാഗമായും ഗ്രാമസമൂഹത്തിന്റെ കൂട്ടായ്മയായും നടത്തപ്പെട്ട ഒരു ചടങ്ങായിരുന്നു. മരമടി നടന്നിരുന്നത് പ്രധാനമായും പാലക്കാട് ജില്ലയിലെ കൃഷി ഗ്രാമങ്ങളിൽ, മലപ്പുറം ജില്ലയിലെ നെൽവയൽ പ്രദേശങ്ങളിൽ, തൃശൂർ ജില്ലയിലെ ചില ഉൾഗ്രാമങ്ങളിൽ. ഇത് ഒരു സംസ്ഥാനതല ഉത്സവമല്ല, പ്രാദേശികമായി നിലനിന്നിരുന്ന ഒരു പാരമ്പര്യമാണ്. 1960 നിലവിൽ വന്ന അനിമൽ ആക്ട് കർശനമായി നടപ്പാക്കാൻ തുടങ്ങിയതോടെയാണ് മരമടി പോലെയുള്ള പാരമ്പര്യ മത്സരങ്ങൾ നിയമപരമായി ചോദ്യം ചെയ്യപ്പെട്ടത്. കോടതികളുടെയും ഭരണകൂടത്തിന്റെയും നിലപാട്: കാളകൾക്ക് അമിത സമ്മർദ്ദമുണ്ടാകുന്നു, മൃഗക്ഷേമ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു. ഇതിന്റെ ഫലമായി പല ഗ്രാമങ്ങളിലും പോലീസ് ഇടപെടലിലൂടെ മരമടി നിർത്തിവെച്ചു. ചില സ്ഥലങ്ങളിൽ പൂർണ്ണമായും അവസാനിച്ചു. ഇത് ഒരു സാംസ്കാരിക തീരുമാനമല്ല, ഒരു നിയമപരമായ നിരോധനമായിരുന്നു. മരമടി നിർത്തിയതോടെ ഗ്രാമീണ ഉത്സവ സംസ്കാരം ക്ഷയിച്ചു. കൃഷിയുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകൾ കുറഞ്ഞു. അടുത്ത തലമുറയ്ക്ക് ഈ പാരമ്പര്യം അറിയപ്പെടാതെയായി. പല ഗ്രാമങ്ങളിലും മരമടി ഓർമ്മകളിൽ മാത്രം ശേഷിച്ചു, മുതിർന്നവരുടെ അനുഭവ കഥകളിൽ മാത്രം. കാലം മാറി, നിയമങ്ങൾ ശക്തമായി, പാരമ്പര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ചില കർഷക സംഘടനകളും സാംസ്കാരിക പ്രവർത്തകരും ഇത് ചോദിച്ചു. മൃഗക്ഷേമം സംരക്ഷിക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യം പൂർണ്ണമായി ഇല്ലാതാക്കേണ്ടതുണ്ടോ? ഇതോടെ നിയന്ത്രണങ്ങളോടെ പുനരുജ്ജീവന ശ്രമങ്ങൾ തുടങ്ങി. ആളുകളുടെ പരിചരണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു. എന്നാൽ കർശന നിയമങ്ങൾ കാരണം മരമടി പഴയ രൂപത്തിൽ തിരിച്ചു വന്നില്ല. കേരളത്തിൽ മരമടി പൂർണ്ണമായും നിലച്ച പാരമ്പര്യമായി മാറിയിരിക്കുന്നു. ചില പ്രദേശങ്ങളിൽ ചർച്ചകളും ഓർമ്മ പറയലുകളും മാത്രമാണ് ശേഷിക്കുന്നത്. ഇത് ഇനി ഒരു ഉത്സവമല്ല, ഒരു മത്സരമല്ല, ഒരു ചരിത്ര സ്മരണയാണ്. മരമടി കാളകളുടെ ഓട്ട മത്സരം മാത്രമായിരുന്നില്ല, അത് കേരളത്തിലെ ഗ്രാമസമൂഹത്തിന്റെ ഒരുമയും കൃഷി സംസ്കാരവും പ്രതിഫലിപ്പിച്ച ഒരു പാരമ്പര്യമായിരുന്നു. നിയമവും കാലവും മാറിയപ്പോൾ ഈ പാരമ്പര്യം ചരിത്രത്തിലേക്ക് മാറി.